ഹലോ, എസ്റ്റർ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളൊരു യൂണിഫോം ഡിസ്പാച്ചിന്റെ ഡീറ്റെയിൽസ് കാണിക്കാനായിട്ടാണ്. നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ സാരീസിന്റെ ഡീറ്റെയിൽ ഒക്കെ കാണിക്കുന്ന സമയത്ത് സാരീസിന്റെ ഡിസൈൻസ് ഒക്കെ മാത്രം കാണിച്ച് പറയാറുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓരോ സാരീസ് കാണിക്കുന്ന സമയത്ത് പറയാറുണ്ട് ഇത് നമ്മൾ യൂണിഫോം പർപ്പസിന് ചെയ്ത സാരീസ് ആണെന്നൊക്കെ. അപ്പം നമ്മൾ ഒരുപാട് പീസുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ മിക്കവാറും ഒക്കെ നമ്മൾ ടൈറ്റ് ഷെഡ്യൂളിലായിരിക്കും യൂണിഫോം വർക്കൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് അതിന്റെ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഡിസ്പാച്ച് സമയത്ത് അതിന്റെ വീഡിയോ എടുക്കാനോ ഒന്നും സമയം കിട്ടാറില്ല. ഈ ഒരു പ്രാവശ്യം നമ്മൾ ഈ കഴിഞ്ഞ ലാസ്റ്റ് ഇയറിൽ 2025 ഡിസംബർ ലാസ്റ്റ് നമുക്ക് ഡിസ്പാച്ച് ആയ 1-2 യൂണിഫോം ഓർഡേഴ്സിന്റെ വീഡിയോസിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും നമ്മൾ എങ്ങനെയാണ് യൂണിഫോമിന്റെ ഓർഡേഴ്സ് എടുക്കുന്നതും അതുപോലെ എത്ര ഓർഡേഴ്സ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും, എങ്ങനെ റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ യൂണിഫോം ഓർഡറിന് വേണ്ടി ചെയ്യുന്ന ഡിസൈൻസ് ഒക്കെ എങ്ങനത്തെ ആയിരിക്കും എന്നൊക്കെ ഉള്ളത് നമ്മളൊന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ അതൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോ കാണാം. ഇത് നമ്മൾ 2025 ലാസ്റ്റ് യൂണിഫോം ഓർഡർ പാക്ക് ചെയ്ത് റെഡി ആയിട്ട് ഡിസ്പാച്ചിന് വേണ്ടി ഇരിക്കുന്നതാണ്. ഇതൊരു 81 സാരീസ് 80 സാരീസ് നമ്മൾ ഒരുമിച്ച് ഡിസ്പാച്ച് ചെയ്തത്. ഒരെണ്ണം ഓൾറെഡി നമ്മൾ സാമ്പിൾ അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 80 സാരീസ് ഡിസ്പാച്ചിന് റെഡി ആയിട്ടിരിക്കുന്ന ഇതൊരു സ്കൂളിലെ യൂണിഫോം പർപ്പസിന് വേണ്ടി ചെയ്തിരിക്കുന്ന അവരുടെ ആനുവൽ ഡേക്ക് ജനുവരിയിൽ കൊടുക്കുന്ന രീതിയിൽ. ഇപ്പം നമ്മൾ വീഡിയോ എന്നാൽ ഡിസ്പ്ലേ ചെയ്തെന്ന് അറിയത്തില്ല, എന്നാലും നമ്മൾ ഇതിന്റെ ഡിസ്പാച്ച് സമയത്ത് എടുത്തിരിക്കുന്ന വീഡിയോ ആണ്. സാരി ഓപ്പൺ ആയിട്ട് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണിക്കാം, അതിന്റെ വർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിക്കാം. ജസ്റ്റ് ഡിസ്പാച്ച് സമയത്ത് എപ്പോഴും നമുക്ക് പറ്റാറില്ല ഇതുപോലെ യൂണിഫോം ഓർഡേഴ്സ് ഡിസ്പാച്ച് ചെയ്ത സമയത്ത് നല്ല തിരക്കായിരിക്കും. അപ്പം അതിന്റെ ഒന്നും വീഡിയോസ് പോലും നമുക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റിയിട്ടില്ല. വേറൊരു വീഡിയോ യൂണിഫോമിന്റെയും കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും നമ്മൾ കാണിക്കാം. ആ ഒരു സാരി നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്, അതും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ്. ഇതുപോലത്തെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ യൂണിഫോമിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് യൂണിഫോം ചെയ്യണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന ഒരു പാറ്റേൺ. നമ്മളൊരു 80 സാരീസ്, ഈ ഒരു 5 ഡിസൈൻസ് വരുന്ന പോലത്തെ 80 സാരീസിന്റെ ഒരു ഓർഡർ ആയിരുന്നു, ഒരു യൂണിഫോം ഓർഡർ ആയിരുന്നു. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഓപ്പൺ വീഡിയോയും നമ്മൾ സ്ക്രീനിൽ കൊടുത്തുള്ള ഡീറ്റെയിലും ഞാൻ ഒന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതിന് മുമ്പ് ജസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ഇങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ഡിസൈനിന്റെ വലുപ്പം അനുസരിച്ചും ഇതിനകത്ത് യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ത്രെഡ് അനുസരിച്ചും ഒക്കെയാണ് നമ്മൾ റേറ്റ് വരുന്നത്. അപ്പം ഒരു 30 മിനിറ്റ്സ് അല്ലെ 35 മിനിറ്റ്സ് ഒക്കെ വരുന്ന ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 80 പീസ് ഒക്കെ നമുക്കൊരു 1 മന്ത് കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് മുമ്പോട്ട് ടൈം വെച്ചിട്ട് വേണം എപ്പോഴും യൂണിഫോം ഓർഡേഴ്സ് തരാനായിട്ട്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ടാവും, ഓൾറെഡി നമ്മൾ കമ്മിറ്റ് ചെയ്ത ഓർഡേഴ്സ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ അനുസരിച്ച് മാക്സിമം നേരത്തെ തന്നെ ഓർഡർ തരുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഡിസ്പാച്ച് ചെയ്യാനായിട്ട്. പിന്നെ കുറച്ചൊരു കണ്ടിജൻസി പീരീഡൂടെ വെച്ചിട്ട് വേണം തരാനായിട്ട്. കാരണം ചിലപ്പോൾ എക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നൊരു ടൈം തന്നെ തീരണം എന്നില്ല. ചില നമുക്കിപ്പോഴാണെങ്കിൽ പോലും ചില പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ മെഷീന് ചെറിയ റിപ്പയർസ് ഒക്കെ വരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പിൽ കണ്ട് കുറച്ച് നേരത്തെ തന്നെ നമുക്ക് യൂണിഫോം ഓർഡേഴ്സ് തരുവാണെങ്കിൽ നമുക്കത് ടൈമിൽ ഡിസ്പാച്ച് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതുപോലെ നമുക്ക് മെറ്റീരിയൽ, ഇതിപ്പോൾ കോട്ട മെറ്റീരിയൽ നമ്മൾ രണ്ടും കാണിക്കുന്നത്. കോട്ട മെറ്റീരിയൽ മാത്രമല്ല, ഇപ്പം നമുക്ക് ഇനി പുതിയ ഓർഡേഴ്സ് ഇരിക്കുന്നത് ഓർഗൻഡിയിലൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഇപ്പോൾ ഓർഗൻഡിയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ റേറ്റ് വരും. ഇത് വരുമ്പോൾ നമുക്ക് 575 മെറ്റീരിയൽ കോസ്റ്റ് നമുക്കൊരു 1500 റേഞ്ചിലൊക്കെ തൊട്ട്, അല്ലെ അതിലും കുറച്ച് 5 ഡിസൈൻ വരുന്ന സാരീസ് ഇതൊക്കെ വരുമ്പോഴത്തേനും നമുക്കൊരു 1700 ഒക്കെ റേഞ്ചിൽ, അല്ലെങ്കിൽ നമുക്കൊരു 1500 ഒക്കെ തൊട്ട് ഏകദേശം ഒരു 4 ഡിസൈനുള്ള നോർമൽ ഡിസൈൻസ് വരുന്ന സാരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റ് കുറഞ്ഞാ വേണ്ടെന്നുണ്ടെങ്കിൽ സിന്തറ്റിക് കോട്ടയിലൊക്കെയാണ് വരുന്നതെങ്കിൽ കുറച്ചും കൂടെ മിനിമൽ ആയിട്ടുള്ള ബഡ്ജറ്റിൽ നമുക്ക് യൂണിഫോം ഓർഡേഴ്സ് ചെയ്യാൻ പറ്റും. ഓർഗൻഡിയിലോട്ടൊക്കെ പോകുമ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് തന്നെ 1000 റുപ്പീസ് വരും. അതുകൊണ്ട് തന്നെ ഒരു 2000 പ്ലസ് വരും അതിന്റെ ഒരു കോസ്റ്റ് വരുന്നത്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ മെറ്റീരിയൽ അനുസരിച്ചും നമ്പർ ഓഫ് ഡിസൈൻസ് അനുസരിച്ചും നിങ്ങൾ ചൂസ് ചെയ്യുന്ന കളർ കോമ്പിനേഷൻ അനുസരിച്ച് സിംഗിൾ കളർ എംബ്രോയിഡറി ഒക്കെ വരുന്നതെങ്കിൽ അത്രയും റേറ്റ് വരത്തില്ല. കാരണം ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് സിംഗിൾ നീഡിൽ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ബഡ്ജറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഡിസൈൻസിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിന്റെ റേറ്റ് ഒക്കെ അറിയണമെങ്കിൽ നമ്മൾ പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഈ ഒരു സാരിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിക്കാം. ഇതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ സാരി ഒന്ന് കാണിക്കാമേ. ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് പല്ലുവിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. അതിനകത്ത് 3 കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിങ്കും ഒരു വൈൻ ഷെയ്ഡും ഗ്രീനും കൂടെ ഉള്ളൊരു കോമ്പിനേഷനിലാണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ലതായിട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഈ ഫ്ലവറും ആ ഫ്ലവറിന്റെ ഈ സെൻട്രൽ വന്നിരിക്കുന്ന ഈ ഡാർക്ക് ഷെയ്ഡും ഒക്കെ വന്നിരിക്കുന്നത്. നല്ലതായിട്ട് ഒരു ഭയങ്കര ഡിഫൈൻ ചെയ്ത് നല്ലൊരു പാറ്റേണിലാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ടൈം എടുത്ത് തന്നെ ചെയ്തൊരു ഡിസൈനാണ്. അപ്പോൾ ഇതിനകത്ത് ഇതുപോലത്തെ 5 ഡിസൈൻസ് ചെയ്തിരിക്കുന്നത്. ഇത് പല്ലുവിന്റെ എൻ പോർഷനിലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെസ്റ്റ് പോർഷനിൽ സെയിം സൈസ്
സൈസിലുള്ള 2 ഡിസൈൻസ് ചെസ്റ്റ് പോർഷനിൽ വരുന്നത് പോലെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഉടുത്ത് വരുമ്പോഴത്തേനും സാരിയുടെ ബാക്ക് വശത്തായിട്ട്, അതായത് ഫ്ലീറ്റ്സ് കഴിഞ്ഞ് പുറകിൽ കൂടെ വന്ന് ചെസ്റ്റിലോട്ട് വരുമല്ലോ, ആ ഇടയ്ക്ക് ആ ബാക്ക് പോർഷനിൽ വ്യൂ വരുന്നത് പോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്റ്റാൻഡിങ് പോസിലുള്ള ഡിസൈൻ ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 5 ഡിസൈൻസ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഒത്തിരി ഓപ്പൺ ചെയ്ത് അതിനെ ഉടയ്ക്കുന്നില്ല. ഇങ്ങനെ ഒരു സ്റ്റാൻഡിങ് പോസിലൊരു ഡിസൈനും ഇതിനകത്ത് കൊടുത്തിട്ട് നമ്മൾ ഓൾറെഡി പാക്കിങ്ങിന്റെ ധൃതി ആയതുകൊണ്ടാട്ടോ ഇത് ഫുൾ ഒത്തിരി ഇട്ട് ഉടയ്ക്കാതെ കാണിക്കുന്നത്. അതിന്റെ കൂടെ ഈ പറഞ്ഞ പോലെ ബ്ലൗസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ബ്ലൗസിന്റെ നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അപ്പൊ ഇത് ഇങ്ങനെ ഈ ഒരു പാറ്റേൺ ആണ് ബ്ലൗസിൽ വരുന്നത്. ഈ ഒരു ലീഫും ഈ ഒരു ബഡും ഇത്രയും ലീവ്സും വരുന്നത് പോലെ ഇങ്ങനെ വരുന്നത് പോലെ നമുക്ക് ഒരു ബ്ലൗസിന്റെ 2 സ്ലീവ്സിലും ഇങ്ങനെ ഒരു ഡിസൈനും കൊടുക്കണം. അങ്ങനെ ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസോട് കൂടി സെയിം ലാവൻഡർ ടോണിൽ തന്നെ ചെയ്തിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ യൂണിഫോം സാരി ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ ഓരോ ബഡ്ജറ്റ് അനുസരിച്ചും കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. സെയിം ഡിസൈൻ കളർ കോമ്പിനേഷൻ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതായത് വേറെ കളർ കോമ്പിനേഷനിൽ ഈ ഒരു ഡിസൈൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ബഡ്ജറ്റ് വരുന്ന പോലെ യൂണിഫോം സാരീസ് വേണ്ടത്, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഡിസൈൻസ് കൂട്ടിക്കൊണ്ട് കുറച്ചും കൂടെ ചെറിയ ഡിസൈൻസ് ആയിട്ടാണ് വേണ്ടത്, അങ്ങനെയൊക്കെ എങ്ങനെ രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഉടുപ്പിച്ചിട്ടുള്ള വീഡിയോ കാണാം. അപ്പൊ എല്ലാ ഡിസൈൻസും കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഈ സാരിയുടെ ഫുൾ ആയിട്ടുള്ള വ്യൂ വരുന്നത്. അപ്പൊ ഇതിന്റെ പാക്കിംഗ് ഒക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ബൾക്ക് ഓർഡർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയാണ് ഇത് പാക്ക് ചെയ്യുന്നത്. ഇനി ഇത് കെട്ടണം. കെട്ടി നമ്മൾ ഇപ്പൊ ഇത് നമുക്ക് അടുത്തൊരു ലൊക്കേഷനിലായതുകൊണ്ട് നമ്മൾ നേരിട്ട് കൊണ്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ DTDC വഴി അല്ലെങ്കിൽ പോസ്റ്റൽ വഴി അയച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ഓൾമോസ്റ്റ് എല്ലാം ഇതിന്റെ വർക്കെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളെ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക് യു. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സാരിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ലാവൻഡർ കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയിൽ ഇങ്ങനെ ഒരു 3-4 ബഞ്ചായിട്ട് 5 ബഞ്ചായിട്ട് വരുന്ന പോലത്തെ ഒരു വലിയൊരു ഫ്ലവർ ബഞ്ചാണ് വരുന്നത്. ഇത് ചെറിയ ചെറിയ ഫ്ലവേഴ്സിന്റെ തിക്കായിട്ടുള്ള ബഞ്ചസ് ആയിട്ട് ഈ ഡിസൈൻ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു ഇത്. നമ്മൾ നോർമലി യൂണിഫോം ഓർഡേഴ്സിന് അങ്ങനെ എടുക്കുന്ന ഒരു ഡിസൈൻ അല്ല. നമ്മൾ സിംഗിൾ ഓർഡേഴ്സ് ഒക്കെ എടുത്തുകൊണ്ടിരുന്ന ഒരു ഡിസൈൻ ആണ്. ഇപ്പൊ നമ്മൾ യൂണിഫോം ആയിട്ട് ചെയ്തതാണ്. ഇങ്ങനത്തെ സിംഗിൾ ആയിട്ടുള്ള തിക്കായിട്ടുള്ള ബഞ്ചസ് വരുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഓരോ പൂക്കളും ചെയ്ത് വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ടൈം എടുക്കും ഈ ഒരു ഫുൾ ഡിസൈൻ ചെയ്ത് വരാനായിട്ട്. ഇതിനകത്ത് കളർ കോമ്പിനേഷൻസ് എല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ട് തന്നെ ചെയ്തതാണ്. അപ്പൊ അവർ പറഞ്ഞ പ്രകാരമുള്ള കളർ കോമ്പിനേഷനും അതുപോലെ നമ്മൾ ഈ നോർമലി ഈ ഒരു ഡിസൈൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഈക്വൽ ആയിട്ടാണ് കളർ കോമ്പിനേഷൻ, അതായത് ഇപ്പൊ ഇതിനകത്ത് 2 കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, പർപ്പിളും ഒരു വയലറ്റിന്റെ ഒരു ഷെയ്ഡും. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത സാരിക്കകത്ത് ഓരോ ബഞ്ചിലും ഈക്വൽ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ആണ് ചെയ്തത്. പക്ഷെ ഇവർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇതിനകത്ത് ഈ ഒരു പർപ്പിൾ കളർ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ആ ഒരു വയലറ്റ് കളർ കോമ്പിനേഷൻ വളരെ കുറച്ച്, എല്ലാ ബഞ്ചിലും 1-2 ഫ്ലവേഴ്സ് മാത്രം പർപ്പിൾ വന്നുകൊണ്ട് ബാക്കി വയലറ്റ് വന്നുകൊണ്ട് ബാക്കി എല്ലാം ആ ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിൽ വരുന്നത് പോലെ കസ്റ്റമൈസ് ആയിട്ട് ഡിസൈൻ ചെയ്തെടുത്തതാണ്. അപ്പൊ ഇത് നമ്മളൊരു 10-10.5 ഇഞ്ച് വരുന്നത്രയും, അതായത് ഒരു കൈപ്പത്തിയേക്കാളൊക്കെ വലിപ്പം വരുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പല്ലുവിന്റെ ഒരു എൻഡിൽ വരുന്നത് പോലെ, മെയിൻ സൈഡിൽ വരുന്ന എൻഡിൽ വരുന്നത് പോലെയാണ് ഫസ്റ്റ് ഈ ഒരു വലിയ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് 4 ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സെയിം സൈസിൽ വരുന്ന 4 ഡിസൈൻസ് ആയിട്ടാണ് ഈ ഒരു സാരിയിൽ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ 2 ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു 10 ഇഞ്ച് സൈസ് 10.5 ഇഞ്ച് സൈസിലുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ചെസ്റ്റ് പോർഷനിൽ 2 ഡിസൈൻസ് വരുമ്പം ഏകദേശം നമ്മുടെ ആ ഒരു ചെസ്റ്റ് പോർഷൻ ഫുൾ കവർ ചെയ്ത് തന്നെ ഈ ഒരു ഡിസൈൻ വരും. നമ്മൾ ആ ഒരു ഡിസൈൻസ് തമ്മിലുള്ള ഗ്യാപ്പ് ആണെങ്കിലും നമ്മൾ ഇത്രയും ഒരു സൈസിലുള്ള ഗ്യാപ്പേ കൊടുത്തിട്ടുള്ളൂ. വലിയൊരു ഗ്യാപ്പിലല്ല 2 ഡിസൈൻസും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉടുത്ത് വരുമ്പം ആ ഒരു ഫ്രണ്ട് പോർഷൻ നിറഞ്ഞ ആ ഒരു ഡിസൈൻ വരും. പിന്നെ ഇത്രയും തിക്കായിട്ടുള്ള ആ ഒരു ഫ്ലവർ ബഞ്ച് ആയതുകൊണ്ടും നിറച്ച ആ ഒരു എംബ്രോയിഡറിയുടെ ഒരു
ഫുൾ ആ റിച്ച് ലുക്ക് ആ ഒരു സാരിയിൽ വരുന്നതാണ്. അപ്പൊ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതിനകത്ത് കളർ കോമ്പിനേഷൻ ആണെങ്കിലും അതുപോലെ ഡിസൈൻസ് ഒക്കെ ആണെങ്കിലും നമുക്ക് യൂണിഫോം ഓർഡേഴ്സിന് കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ നമുക്ക് കുറച്ചും കൂടെ വലിപ്പം വരുന്ന പോലത്തെ ഫ്ലവേഴ്സ് കുറച്ചുകൂടെ സൈസിൽ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ആ ഒരു യൂണിഫോം ഓർഡേഴ്സിനൊക്കെ കുറച്ചും കൂടെ ഓരോ എലഗൻസ് വരുന്നത്. ഇതിപ്പം ഇല്ലെന്നല്ല, എന്നാലും ഓരോ കസ്റ്റമേഴ്സിന്റെയും ചോയ്സും ഡിഫറെന്റ് ആണ്. ഇതിപ്പം ഈ ഒരു നമുക്ക് ആ ഒരു വൈറ്റിൽ ചെയ്ത ആ ഒരു പിങ്ക് കോമ്പിനേഷനിൽ ചെയ്ത സാരി കണ്ട് അവർ ഒരു സൈസിൽ യൂണിഫോം ചെയ്തെടുക്കണം എന്ന് പറഞ്ഞ പ്രകാരം നമ്മൾ ചെയ്തെടുത്ത ഒരു വർക്കാണ്. ഇതിനകത്ത് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ്. സെയിം സൈസിൽ വെർട്ടിക്കലായിട്ട് സ്റ്റാൻഡിങ് പോസിൽ വരുന്നത് പോലെയാണ് നമ്മൾ റൈറ്റ് ലെഗ് പോർഷനിലെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലെ ഡിസൈൻ വരുന്നത്. സെയിം സൈസിലുള്ള ഡിസൈൻ തന്നെയാണ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലും വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻസ് മൊത്തം വന്നത്. 4 ഡിസൈൻസ് ആയിട്ടാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ തന്നെ നമ്മളൊരു 42 പീസോളമാണ് നമുക്ക് ഈ ഒരു യൂണിഫോം ഓർഡർ നമ്മൾ ഈ സെയിം പാറ്റേണിൽ ചെയ്ത്, അപ്പൊ അതിനകത്ത് ഒരു 2-3 പീസസ് സ്കാലപ്പോട് കൂടി വേണമെന്ന് പറഞ്ഞ പ്രകാരം അങ്ങനെ നമ്മൾ സ്കാലപ്പ് ചെയ്തിട്ടുള്ള ഒരു 3-4 സാരീസും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ആ ഒരു പർപ്പിളിന്റെ തന്നെ ആ ഒരു നമ്മൾ സാരിയിൽ പറഞ്ഞ പോലെ കോമൺ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്, അതായത് ഡിസൈനിനകത്ത് കൂടുതലായിട്ട് വന്നിരിക്കുന്ന ആ ഒരു പർപ്പിൾ ഷെയ്ഡ് വെച്ച് തന്നെ നമ്മൾ ഈ സാരി ഫുൾ ബോർഡറും സ്കാലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനകത്ത് അഡീഷണൽ ആയിട്ട് നമുക്ക് സ്കാലപ്പിന്റെ റേറ്റ് എക്സ്ട്രാ ആയിട്ട് വരും ആ ഒരു പാറ്റേണിൽ നമ്മൾ അത്. പക്ഷെ നമ്മൾ യൂണിഫോം ഓർഡേഴ്സ് ബൾക്ക് എടുക്കുന്ന സമയത്ത് സ്കാലപ്പ് ചെയ്ത് കൊടുക്കുന്നതല്ല. ഇതിനകത്ത് ഒരു 3 പീസിൽ മാത്രമേ സ്കാലപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മാത്രമേ നമ്മൾ സ്കാലപ്പ് ഓർഡർ എടുത്തത്. നമുക്ക് ഒരിക്കലും ബൾക്ക് ഓർഡേഴ്സിന് സ്കാലപ്പ് ചെയ്ത് കൊടുക്കൽ ടൈമിൽ നമുക്ക് ചെയ്യാനായിട്ട് പാടാം. കാരണം സ്കാലപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഒത്തിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻ യൂസ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു 10-12 ഇഞ്ച് സൈസിലാണ് നമുക്ക് ഏറ്റവും വലിയ ഫ്രെയിം വരുന്നത്. അപ്പൊ ആ ഒരു ഫ്രെയിമിൽ നമുക്ക് ഓരോ പ്രാവശ്യം ഫ്രെയിം മാറ്റി വെച്ച് വേണം ഇതിനകത്ത് സ്കാലപ്പ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ സ്കാലപ്പ് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് നമുക്ക് യൂണിഫോം ഓർഡേഴ്സിനൊന്നും അത് ചെയ്ത് കൊടുക്കാനായിട്ട് ശരിക്കും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷെ ഇതിനകത്ത് 3-4 ഓർഡേഴ്സിന് മാത്രമേ ഈ ഒരു 3-4 സാരീസിന് മാത്രമേ ഈ ഒരു സ്കാലപ്പ് ചോദിച്ചിട്ടുള്ളത് കാരണം അത് മാത്രമായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തതാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഓർഡർ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ സ്കാലപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ഫോൾ അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഫോളിന്റെ ബാക്കി പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നതാണ്. ബാക്കി ആ ഫോൾ അറ്റാച്ച് ചെയ്ത് തന്നെ നമ്മൾ എപ്പോഴും സ്കാലപ്പ് ചെയ്യുന്ന. അല്ലാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലൗസിന്റെ സ്ലീവ്സിൽ ഒരിക്കലും സ്കാലപ്പ് ചെയ്യാറില്ല. ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് ചെയ്തിട്ടുണ്ട്. ബ്ലൗസിന്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം. ഇതിന്റെ ഈ ഒരു ടോപ്പ് ബഞ്ച്, ഈ ഒരു ഏറ്റവും ടോപ്പിൽ വരുന്ന ഈ ഒരു ബഞ്ച് മാത്രമായിട്ട് വരുന്നത് പോലെയാണ് നമ്മൾ ബ്ലൗസിന്റെ സ്ലീവ്സ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസിന്റെ സ്ലീവ്സ് വരുന്നത്. ഉണ്ടോ ഇതുപോലെ ആ ഒരു സിംഗിൾ നമുക്ക് ആ മുകളിൽ വരുന്ന ആ ഒരു ബഞ്ച് മാത്രമായിട്ട് വരുന്നൊരു പാറ്റേൺ 2 സ്ലീവ്സിലും വരുന്ന രീതിയിലാണ് ബ്ലൗസ് ചെയ്തിരിക്കുന്നത്. ബ്ലൗസിന്റെ എൻഡ് സ്കാലപ്പ് ഉള്ള സാരിയിലാണെങ്കിലും നമ്മൾ ബ്ലൗസിന്റെ എൻഡ് ഒരിക്കലും സ്കാലപ്പ് ചെയ്യാറില്ല. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് ഓർഗൻസ പോലുള്ള അല്ലെങ്കിൽ സ്ലീവില് ലൈനിങ് വെക്കേണ്ടാത്ത സാരികളാണെങ്കിൽ നമുക്ക് സ്കാലപ്പ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇതിപ്പം യൂണിഫോം ഓർഡർ ആയതുകൊണ്ട് തന്നെ പല ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. തന്നെയല്ല കോട്ടൺ ചെക്കോട്ട ഇങ്ങനെ നമുക്ക് ലൈനിങ് ഇല്ലാതെ സ്ലീവ്സ് വെക്കുന്ന അത്ര ഭംഗിയാവില്ല. അതുകൊണ്ട് തന്നെ സ്ലീവ്സിൽ ലൈനിങ് വെക്കണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്ലീവിൽ നമ്മൾ സ്കാലപ്പ് ചെയ്യാറില്ല. കാരണം സ്കാലപ്പ് ഓൾറെഡി ചെയ്തതിന് ശേഷം നമുക്ക് ഈ അതിന്റെ എൻ പോർഷൻ സ്റ്റിച്ച് ചെയ്തതിൽ ഭയങ്കര പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ലൈനിങ് വെക്കേണ്ട മെറ്റീരിയൽ, അതുകൊണ്ടാണ് നമ്മൾ ഫോൾ ആണെങ്കിലും നേരത്തെ അറ്റാച്ച് ചെയ്തതിന് ശേഷം അതിനകത്ത് സ്കാലപ്പ് ചെയ്യുന്നത്. കാരണം സ്കാലപ്പ് ചെയ്തതിന് ശേഷം ഫോൾ വെക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത്. അപ്പൊ ബ്ലൗസ് വരുന്നത് ഇങ്ങനെ ഒരു പാറ്റേണിലാണ്. എല്ലാ സാരീസും വിത്ത് ബ്ലൗസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചെയ്തിരിക്കുന്ന വർക്ക്.
അപ്പൊ നമ്മൾ ഈ കാണിച്ചതാണ് നമ്മൾ ഈ ലാസ്റ്റ് പോയ 2 ഡിസ്പാച്ച്. ഞാൻ ഓൾറെഡി നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് യൂണിഫോം ഓർഡേഴ്സ് ഇടയ്ക്ക് പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതൊരു യൂണിഫോമിന്റെ രീതിയിൽ പാക്ക് ചെയ്ത് കാണിക്കുന്നതൊന്നും കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ജസ്റ്റ് നമ്മൾ സാരീസ് എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുമുണ്ട് ഇതൊരു യൂണിഫോം പീസ് ആണെന്ന് പറഞ്ഞ് നമ്മൾ സിംഗിൾ പീസ് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് തന്നെ നമുക്ക് വീണ്ടും ഈ ഒരു യൂണിഫോമിന്റെ ഓർഡേഴ്സ് എല്ലാം വരുന്നത്. അപ്പം ഇതുപോലെ ബൾക്ക് ആയിട്ടുള്ള ഓർഡേഴ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ഓർഡേഴ്സ് ഒക്കെ തരാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എത്ര നേരത്തെ തന്നെ, ഒത്തിരി ലാസ്റ്റ് മിനിറ്റിലോട്ടല്ലാതെ എത്ര നേരത്തെ തന്നെ ഓർഡേഴ്സ് തരിക. അതുപോലെ നമുക്ക് ഇതുപോലത്തെ പുതിയ പുതിയ ഓർഡേഴ്സിന്റെ ഒക്കെ ആണെങ്കിൽ യൂണിഫോമിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ വരുന്ന വീഡിയോസിലൊക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ കൂടുതൽ ഹാൻഡ് എംബ്രോയിഡറി, മെഷീൻ എംബ്രോയിഡറി, ഹാൻഡ് പി കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.